ഒരുത്തി ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു വീഡിയോ ഇട്ടു 2-3 ദിവസം മുന്നേ. അവള് ഇവളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? മാന്യമായ രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് റീച്ച് കിട്ടാനും അതുപോലെ തന്നെ ഫോളോവേഴ്സിനെ കൂട്ടാനും ഒക്കെ എന്തെല്ലാം വഴികളുണ്ട്. ഇവളൊരു ബസ്സിൽ കയറിയിട്ട് ആ ബസ്സിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ ബസ്സിൽ വെച്ച് എന്താണെന്ന് നോക്കത്തില്ലല്ലോ. ആ സമയത്ത് ആ ബസ്സിൽ വെച്ചിട്ട് ഷൗട്ട് ചെയ്യായിരുന്നു. അവൾ അതൊന്നും ചെയ്യാതെ ഇത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കയ്യിൽ വെച്ച് വീട്ടിൽ വന്ന് ആലോചിച്ചിട്ട് അത് പോസ്റ്റ് ചെയ്ത് റീച്ച് കൂട്ടി ആ മനുഷ്യനെ അവൾ കൊന്നു. എന്നിട്ട് ഇപ്പോൾ അവളുടെ പബ്ലിക്കായിട്ടുള്ള അക്കൗണ്ട് പ്രൈവറ്റായിട്ട് പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കും. ഇനി നമുക്ക് എന്തായാലും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, വീട്ടിൽ ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് ഇവള് ആ മനുഷ്യൻ്റെ ജീവൻ എടുത്തത്? അവൾ തന്നെയാണ് ജീവൻ എടുത്തത്. കാരണം അവൾക്ക് തന്നെ ഇപ്പം തോന്നുന്നുണ്ട് നമ്മൾ ചെയ്തത് ശരിയല്ല, ഇതൊരു ഉള്ളതായിട്ട് ഉള്ള കാര്യമല്ല എന്ന് അവൾക്ക് തന്നെ തോന്നുന്നുണ്ട്. അവൾ തന്നെ എടുത്ത വീഡിയോ, അതിൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അവൾ തന്നെയാണ് എടുത്തത്. ആ വീഡിയോ ആണ് അവൾ പബ്ലിക്കിൽ ഇട്ടത്. അതാണിപ്പോൾ അവൾക്ക് തന്നെ വാളെടുത്തവൻ വാളാൽ എന്നുള്ള ചൊല്ല് അവൾക്ക് തന്നെയാണ് വന്നത്. നമ്മൾ സ്വന്തമായിട്ട് എടുത്ത വീഡിയോ, അതിനകത്ത് ഒരു കാര്യങ്ങളും മോശമായിട്ട് ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ വീഡിയോ അവളുടെ തലയിൽ തന്നെ വാളായിട്ട് തൂങ്ങിക്കിടക്കുക. അപ്പോൾ ഇനി അവൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? ആ മനുഷ്യൻ്റെ ഫാമിലിക്ക് നഷ്ടമായി. അവൾക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്ക് പേടി കൊണ്ട് അവളെല്ലാം പൂട്ടിക്കെട്ടി വീട്ടിലിരിപ്പായി. കാരണം ഇനി അവളിങ്ങനെ സമൂഹത്തെ ഫേസ് ചെയ്യും. ഒരു മനുഷ്യനെ കൊന്നിട്ട് കത്തി കൊണ്ട് കുത്തിക്കൊല്ലുന്നതും അവൾ ചെയ്തതും തമ്മിൽ യാതൊരു വ്യത്യാസവും എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ സാധാരണ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവിടെയാണ് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ അത് ആലോചിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ ചെയ്യാമെന്നുള്ള രീതിയിലല്ല സാധാരണ ചെയ്യുന്നത്. അതിനുള്ള വിവരം പോലും ഇല്ലാത്ത ഇവളൊക്കെ എന്ത് പഠിക്കാനാണ് പോയിട്ടുള്ളത്? എന്തായാലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവൾ. അപ്പോൾ എന്ത് പഠിക്കാനാ ഇവർ വീട്ടുകാർ എന്തിനാണ് ഇവളെ പറഞ്ഞു വിട്ടത്? ഇവൾ സ്കൂളിൽ പോയ സമയത്തൊന്നും ബസ്സിൽ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണോ എന്തോ ഇവൾ ബസ്സിൽ കയറിയത്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അവൾ ആദ്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അത്. സാധാരണ ബസ്സിൽ കയറുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അനുഭവം പല രീതിയിലുണ്ടാവും. പക്ഷേ ഇത് ബസ്സാകുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ റോഡും കൂടെ പറയണ്ടല്ലോ, വടി പോലെ നിന്ന് പോകാനൊന്നും ആർക്കും പറ്റത്തില്ല. അപ്പോൾ അവൾ ആദ്യമായിട്ട് ബസ്സിൽ കയറിയിട്ട് അവൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അവൾ തന്നെ വീഡിയോ എടുത്ത് അവൾ തന്നെ പബ്ലിക്കിൽ ഷെയർ ചെയ്ത് അവൾ തന്നെ ഇത് വാങ്ങിച്ചു. സ്വന്തം വടി കൊടുത്തിട്ട് അടി അവൾ തന്നെ മേടിച്ചു. അതാണ് ഈ സംഭവം. പക്ഷേ ആ ദീപക് എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ കുടുംബത്തിനാണ് നഷ്ടം ഉണ്ടായത്. ഇവൾക്കൊരു നഷ്ടം ഉണ്ടായില്ല. ഇവളെയൊക്കെ എന്താ പറയേണ്ടത്, എവിടെയെങ്കിലും കെട്ടിയങ്ങിട്ടാകണം, പുറത്തിറങ്ങാനേ സമ്മതിക്കരുത്. കാരണം ഇതുപോലെയുള്ള നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരുടെ ജീവൻ എടുക്കും. ഇതെന്തോ രാക്ഷസ സ്ത്രീ എങ്ങാനാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അവൾ നല്ല രീതിയിൽ പോയി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ പിന്നെ അവിടെ നിന്ന് തട്ടലും മുട്ടലും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമോ? മനസ്സാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവില്ലേ? അത് എന്തോ ആവട്ടെ, ഏത് ജാതിയോ മതമോ എന്തെങ്കിലും ആവട്ടെ, ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അറിയോ പറയോ ഒന്നും വേണ്ട. എന്നാലും മനസ്സിലൊരു കുറ്റബോധം ഇല്ലാത്ത രീതിയിൽ നമുക്ക് അത് ചെയ്യാമായിരുന്നു. എന്തായാലും ഇങ്ങനെ ഇനി ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇവളെപ്പോലെ ഉള്ള ആൾക്കാരെ വീട്ടിൽ തന്നെ ബസ്സിൽ സ്വന്തമായിട്ട് വാഹനം കൊടുത്ത് മാത്രമേ പുറത്ത് പറഞ്ഞയക്കാവുള്ളൂ. അല്ലാതെ പ്രൈവറ്റായിട്ടുള്ള ഒരു വാഹനത്തിലും ഇവളുമാരെ കയറ്റരുത്. കയറ്റിയാൽ ഇതുപോലെ തന്നെ മാന്യമായിട്ട് നടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ കുരുതി കൊടുക്കേണ്ടി വരും. ഇവളാണ് ആ ദീപക് എന്ന് പറയുന്ന ആ ചേട്ടനെ കൊന്നത്.
എന്തായാലും ഇവക്കുള്ള ശിക്ഷ കിട്ടിയേ പറ്റത്തുള്ളൂ, നിർബന്ധമായിട്ടും കിട്ടണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. താങ്ക് യു.